നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ഇടവമാസം 19 തീയതി ശുക്ലപക്ഷ സപ്തമിയും തിങ്കളാഴ്ചയും മകം നക്ഷത്രവും വരുന്ന ദിവസം, അതായത് 2/6/2025 സൂര്യോദയം വരുന്നത് 5:45 AM-നും സൂര്യാസ്തമനം വരുന്നത് 6:28 PM-നും രാഹുകാലം 7:20 AM മുതൽ 8:56 PM വരെയും ഗുളിക കാലം 1:42 PM മുതൽ 3:17 PM വരെയും യമകണ്ഠകാലം 10:31 AM മുതൽ 12:06 PM വരെയും അഭിജിത്ത് മുഹൂർത്തം 11:42 AM മുതൽ 12:04 PM വരെയും 12:08 PM മുതൽ 12:30 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമം വരുന്നത് മകരം രാശിക്കാർക്കാണ്. ഇനി തിങ്കളാഴ്ചയായതുകൊണ്ട് എല്ലാവരും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, സോമവാര വ്രതം എടുക്കുന്നത്, കുടുംബത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും തീരുന്നതിന് തിങ്കളാഴ്ച വ്രതം എടുക്കുക. അതുപോലെ തന്നെ വിവാഹമാകാത്തവർ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമൊക്കെ ഉണ്ടായി നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയും ദുർഗാദേവിയെ അല്ലെങ്കിൽ ഉമയെയും മഹേശ്വരനെയും പ്രാർത്ഥിക്കുന്നത്, തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. അതുപോലെ ഗ്രഹനില വരുന്നത് സൂര്യനും ബുധനും ഉദയവും വന്നിരിക്കുന്ന ഇടവൻ രാശിയിൽ, ചന്ദ്രനും കേതുവും ചിങ്ങം രാശിയിൽ, ചൊവ്വ കർക്കിടകൻ രാശിയിൽ, ഗുരു മിഥുനത്തിൽ, ശുക്രൻ മേടത്തിൽ, മന്ദൻ ആവട്ടെ മീനത്തിൽ, സർപ്പി കുംഭത്തിൽ. സൂര്യൻ രവി ബുധൻ ഇടവത്തിൽ, ചന്ദ്രനും കേതുവും ചിങ്ങത്തിൽ, ചൊവ്വ കർക്കിടകത്തിൽ, ഗുരു മിഥുനത്തിൽ, ശുക്രൻ മേടത്തിൽ, മന്ദൻ അല്ലെങ്കിൽ ശനി മീനത്തിൽ, സർപ്പി വന്നിരിക്കുന്നത് കുംഭം രാശിയിൽ, ഗുളികോദയം വന്നിരിക്കുന്നത് തുലാരാശിയിലാണ്. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്? എല്ലാവരും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ഉമയെയും മഹേശ്വരനെയും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്നിരുന്നാൽ പോലും കുടുംബ പരദേവതയെ കൂടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഈ ദിവസം ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം വിശേഷപ്പെട്ട വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. വ്യാപാരത്തിൽ കൂടുതൽ പണം വന്നു ചേരും. ക്ഷമിക്കാനും സഹായിക്കാനുമുള്ള കഴിവ് സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കും. തൊഴിൽപരമായി സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ അത്യധ്വാനം ചെയ്യും. എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യസാധ്യത ഉണ്ടാവും. ആതുര ശുശ്രൂഷ രംഗത്ത് ആദരിക്കപ്പെടും. വിദ്യാർത്ഥികൾ സ്വഭാവദൂഷ്യം മുതലായ ആരോപണങ്ങളെ അതിജീവിക്കേണ്ടതായി വരും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും. ആപത്തുകളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. സാഹിത്യാദി കലകളിൽ കൂടുതൽ താല്പര്യം കാണിക്കും. കമ്മീഷൻ ഏർപ്പാട് കൊണ്ട് പ്രവർത്തിക്കുന്ന കച്ചവടത്തിൽ പുരോഗതി ലഭിക്കും. IT സാങ്കേതിക രംഗവുമായി ബന്ധപ്പെട്ടവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾക്കിടയുണ്ട്. കമ്പ്യൂട്ടർ മൊബൈൽ രംഗത്തൊക്കെ കൂടുതൽ വിപണനം ഉണ്ടാകും. അലങ്കാര വസ്തുക്കളും ആഭരണങ്ങളും ഒക്കെ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ ധനനഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നുള്ള ധനസഹായത്തിനാണെങ്കിൽ കാലതാമസവും നേരിടാം. തൊഴിൽരംഗത്ത് നിയമപ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയെയും ദുർഗാദേവിയെയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിർത്തുന്നതിന് സഹായകമാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ആശ്രമത്രിയുമായി ബന്ധപ്പെട്ട അല്പം ധനച്ചിലവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വളരെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടാകാം. കർമ്മരംഗത്ത് സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും.
നിശ്ചയിച്ച യാത്രകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം. വിരോധികളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. ആദായകരമല്ലാത്ത തൊഴിലോ ബിസിനസ്സോ വേണ്ടെന്ന് വയ്ക്കുവാനുള്ള സാധ്യതയുണ്ടാകും. ജീവിത പങ്കാളിയുടെ നിലപാടുകളിൽ അല്പം മനക്ലേശം വന്നു ചേരും. അഭീഷ്ട കാര്യങ്ങൾക്ക് കാലതാമസമുണ്ടാകും. കാർഷിക രംഗത്തെ ആദായം വർദ്ധിക്കും. വൈദ്യശാസ്ത്ര രംഗത്തും ദൃശ്യമാധ്യമ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവ് തെളിയിക്കുവാൻ സാധിക്കും. ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഔദ്യോഗിക രംഗത്ത് മേലധികാരികളുമായി യോജിച്ച് പ്രവർത്തിക്കും. വിദ്യാർത്ഥികൾക്ക് IT സാങ്കേതിക മേഖലയിൽ തുടർ പഠനത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരും. വ്യവഹാരങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനമുണ്ടാകും. സിനിമ, മറ്റ് കലാരംഗങ്ങൾ തുടങ്ങിയവയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ് കൂടുതൽ വിപുലീകരിക്കും. പൊതുപ്രവർത്തകർക്ക് നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുവാൻ സാധിക്കും. ബാങ്കിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതയൊക്കെ തീർക്കുവാൻ ശ്രമിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യത ആയിട്ട് ഉപരിപഠനത്തിനുള്ള വിദ്യാഭ്യാസ വായ്പയൊക്കെ അനുവദിച്ച് കിട്ടും. അങ്ങനെ പഠന സാധ്യത കൂടുതൽ തെളിഞ്ഞു വരും. സന്താനങ്ങൾക്ക് വിഷമം വന്നു ചേരുന്ന സന്താനങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള യോഗത്തിൽ മനസ്സ് സന്തോഷമുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ ഇടപെട്ട് സംതൃപ്തിയും അനുഭവിക്കുവാൻ സാധിക്കും. രാശിനാഥയായ മഹാലക്ഷ്മി 12ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും ബുധൻ്റെ സാന്നിധ്യം കൊണ്ടും വ്യാഴത്തിൻ്റെയൊക്കെ സാന്നിധ്യം കൊണ്ട് രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ, ഉമാമഹേശ്വരനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാപാര രംഗത്ത് വരുമാനം വർദ്ധിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. പോലീസ്, മിലിറ്ററി, മറ്റ് സുരക്ഷാ വിഭാഗങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് ധനലാഭം വന്നു ചേരും. മക്കളുടെ വിവാഹങ്ങൾ കാര്യങ്ങളിൽ ഒരു അനുകൂല തീരുമാനമുണ്ടാകും. സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്ത് കൂടുതൽ ശോഭിക്കുവാൻ സാധിക്കും. പൂർവ്വ സ്വത്ത് വിൽക്കാനൊക്കെയുള്ള തീരുമാനം തെളിഞ്ഞു വരുന്നതാണ്. അതുപോലെ അധ്യാപകർക്ക് കൂടുതൽ നിയന്ത്രണാധികാരങ്ങളൊക്കെ ലഭിക്കും. കലാരംഗത്തുള്ളവർക്ക് പുതിയ പ്രോജക്റ്റുകളൊക്കെ നേട്ടമാകും. ഔദ്യോഗിക രംഗത്ത് ചില നേട്ടങ്ങൾ സ്വന്തമാക്കും. മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതികളൊക്കെ പുനരാരംഭിക്കും. അന്യദേശത്തേക്ക് തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. കർമ്മരംഗത്തെ ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കും. ഏറെ നാളായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നടന്നു കിട്ടുന്ന ദിവസമാണ്. IT മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യസാധ്യത ഉറപ്പാണ്. കുടുംബക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം ഉറപ്പാക്കും. പാർട്ട്ണർഷിപ്പ് അടിസ്ഥാനത്തിൽ പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കും. പൊതുപ്രവർത്തനത്തിൽ പുതിയ പദവിയോ ബഹുമതിയോ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ഭൂമി ഇടപാടിൽ ധനലാഭമുണ്ടാകും. മേലധികാരികളിൽ നിന്ന് പ്രശംസയ്ക്കിടവരും. മതപരമായ ചടങ്ങുകളിലൊക്കെ സംബന്ധിച്ചേക്കാം. പൊതുവെ ഒരു ശുഭ ദിവസമാണ്. രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിച്ച് ഉമാമഹേശ്വര പൂജയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരുന്നതാണ്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ലോൺ മുഖേനയോ മറ്റു മാർഗങ്ങൾ മുഖേനയോ ധനം കടമെടുക്കേണ്ടതായി വന്നേക്കാം. നിയമപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ധനനഷ്ടം സംഭവിക്കും. തൊഴിൽ മേഖലയിൽ അധ്വാനം വർദ്ധിക്കും. കാർഷിക രംഗത്തു നിന്നും കൂടുതൽ വരുമാനം ലഭിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. കർമ്മരംഗത്ത് സ്ഥാനഭ്രംശത്തിന് വരെ യോഗം കാണുന്നു. അന്യർക്ക് ഗുണമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ തനിക്ക് തന്നെ ആകാനിടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ വിഷമതകളെല്ലാം തന്നെ മനോദുഃഖത്തിന് വഴിയിടാക്കും. യാത്രയിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ കുറയും. വിദേശ ജോലിക്ക് പല തടസ്സങ്ങളും നേരിടേണ്ടതായി വരും. ആഭരണാദി അലങ്കാര വസ്തുക്കള്, യന്ത്രാദി ഉപകരണങ്ങൾ ഇവയായൊക്കെ ബന്ധപ്പെട്ടവർക്ക് ധനവരുമാനം വർദ്ധിക്കും. ബന്ധുജന സൗഹൃദവും അതുപോലെ തന്നെ ബന്ധുക്കൾ വന്ന് അവരുമായിട്ടുള്ള ഒരു പൂർവ്വകാല എല്ലാ ബന്ധുക്കളുമായി ഒരു സമാഗമം ഉണ്ടാകാം. ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങളെല്ലാം മാറും.
വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് കോടതി വിധി ചിലപ്പോൾ പ്രതികൂലമായേക്കാം. വിലപിടിപ്പുള്ള വസ്തുക്കളോ രേഖകളോ ധനമോ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപവാദ ഭയവും ഭയക്കേണ്ടതുണ്ട്. അപവാദങ്ങൾ കേൾക്കാതിരിക്കാൻ പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യമാണ്. സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്ത് പുതിയ സാധ്യതകൾ തുറന്നു കിട്ടും. വിദേശത്തുള്ള തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായം തേടും. തൊഴിലധിഷ്ഠിത കോഴ്സുകളിലൊക്കെ പ്രവേശനം കിട്ടും. സ്ത്രീകൾക്ക് പുതു സംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്നും ധനസഹായമൊക്കെ ലഭിക്കും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. രാശിനാഥയായ ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും കുടുംബതര ദേവതയ്ക്ക് ദീപമൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശിവക്ഷേത്രത്തിൽ പിൻവിളക്കിൽ എണ്ണയൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവിധ അസ്വാസ്ഥ്യങ്ങളും മാറിക്കിട്ടും. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക രംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യേണ്ടതായി വരും. ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് റിപ്പയർ സാധ്യതയൊക്കെ വന്നു ചേരും. വിവാദ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. ബന്ധുജനങ്ങളുമായുള്ള അഭിപ്രായ ഭിന്നത കലഹത്തിലേക്ക് എത്തിയേക്കാം. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ തടസ്സപ്പെട്ടേക്കാം. തൊഴിൽ സംബന്ധമായ അലച്ചിലും ധനനഷ്ടവും ഉണ്ടാകാം. നേത്രരോഗം, ഉദരരോഗം തുടങ്ങിയ രോഗാരിഷ്ടതകൾ വരാനുള്ള സാധ്യതകളും അതിജീവിക്കാൻ ശ്രമിക്കണം. നിക്ഷേപ പദ്ധതികളിൽ നിന്നുള്ള ധനലാഭം അല്പം കുറയും. പിതൃപ്രീതികരമോ ദേവപ്രീതികരമായ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ പ്രവേശനം ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർ ലീവ് എടുത്ത് നാട്ടിൽ വരുവാനുള്ള സാധ്യത തെളിഞ്ഞു വരും. വസ്ത്രവ്യാപാര രംഗത്തും സ്വർണ്ണാഭരണവുമായി ബന്ധപ്പെട്ടവർക്കും ധനലാഭത്തിനുള്ള മാർഗം തെളിഞ്ഞു വരും. പുതിയ ഗ്രഹോപകരണങ്ങൾ സ്വന്തമാക്കും. തൊഴിൽ രംഗത്തു നിന്ന് ധനവരവ് സ്വല്പം പ്രതീക്ഷിക്കാം. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി അന്യദേശത്ത് ചിലപ്പോൾ മാറി താമസിക്കേണ്ടതായി വന്നേക്കാം. IT സാങ്കേതിക മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യസാധ്യത ഉണ്ടാവും. പെൻഷൻ ആനുകൂല്യത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ആഡംബര വസ്തുക്കളുടെ കച്ചവടത്തിൽ അല്പം ലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികളുടെ ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലൊക്കെ ശോഭിക്കും. പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് വിവാഹയോഗവും കാണുന്നു. ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് വഴി രാശിനാഥയായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിച്ച് അതുപോലെ ശിവ ഭഗവാന് പിൻവിളക്കിൽ എണ്ണയെല്ലാം കൊടുത്ത് അവിടെ ജലധാരയൊക്കെ കൊടുക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദേവാലയങ്ങളിലെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അപ്രതീക്ഷിത സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ വഞ്ചന വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ ക്ലേശങ്ങൾ അലട്ടുവാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ജോലിക്ക് പ്രമോഷനും ശമ്പള വർധനയും ഒക്കെ ലഭിക്കും. അതുപോലെ തന്നെ അധ്യാപകർക്കും നിയമജ്ഞർക്കും ഒക്കെ അനുകൂല സാഹചര്യം വന്നു ചേരും. റെയിൽവേയുമായി ബന്ധപ്പെട്ടവർക്കും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കാർഷിക രംഗത്തെ നൂതന ആവശ്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കും. കുടുംബാംഗങ്ങളുമൊത്ത് യാത്രകൾ ചെയ്യേണ്ടതായി വരും. കൃഷിയിൽ നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. സ്ഥാപനത്തിൽ അടുക്കും ചിട്ടയുമായ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കേണ്ടതായി വരും. വരുമാനത്തിൽ വർധനവ് വരാം. ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കും. സന്താനങ്ങളുടെ ജീവിത രീതിയിൽ അല്പം ഉത്കണ്ഠ വർദ്ധിക്കും. എഴുത്തുകാർക്ക് പുതിയ കൃതികൾ പ്രസിദ്ധീകരിക്കാനുള്ള അവസരം ലഭിക്കും. പൊതുപ്രവർത്തനത്തിന് നേതൃസ്ഥാനം ലഭിച്ചെന്ന് വരും. അപ്രതീക്ഷിത ദുരനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നേക്കാം. സന്താനങ്ങളുടെ ഉപരിപഠന സാധ്യതകളൊക്കെ തെളിഞ്ഞു വരും. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. വിവാഹത്തിന് അനുകൂലമായ ആലോചനകളിൽ തീരുമാനം വന്നേക്കാം. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് പിൻവിളക്കിൽ എണ്ണയൊക്കെ കൊടുത്ത് ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ കൃത്യനിഷ്ഠയും സൂക്ഷ്മതയും പുലർത്തിയില്ലെങ്കിൽ നഷ്ടങ്ങൾക്കിടവരും. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. ധനച്ചിലവ് വർദ്ധിക്കും. വ്യവഹാര വിഷയങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ചികിത്സയ്ക്കായി ആശുപത്രിയിലൊക്കെ പോകേണ്ടതായ സാഹചര്യം വരും. സ്ത്രീ മൂലം അപവാദത്തിനൊക്കെ ഉള്ള സാധ്യത തെളിഞ്ഞു വരും.
കുടുംബത്തിൽ ജോലി സ്ഥലത്തിനോടനുബന്ധിച്ച് വാടക വീട്ടിലൊക്കെ താമസിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരുന്നതാണ്. യന്ത്രങ്ങളോ വാഹനങ്ങളോ ലോൺ എടുത്ത് വാങ്ങേണ്ടതായി വരും. പൊതുപ്രവർത്തകർക്ക് പ്രവർത്തിക്കുന്ന രീതിക്ക് അപകട സാധ്യത അപകീർത്തിക്കിടയുണ്ട്. കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് പ്രോത്സാഹനം ഉണ്ടാകും. ദൂരയാത്രകൾ വേണ്ടി വന്നേക്കും. വിദ്യാർത്ഥികൾക്ക് അലസതയൊക്കെ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. ബഹുമതികളോ സ്ഥാനമാനങ്ങളോ ഒക്കെ അവസാന നിമിഷത്തിൽ നഷ്ടപ്പെട്ടു പോയേക്കാം. ചിട്ടി, ലോൺ തുടങ്ങിയ കൊണ്ട് ധനം സമാഹരിക്കും. സ്വജനങ്ങൾക്ക് രോഗപീഠ ഉണ്ടായെന്ന് വരാം. പുതിയ കാർഷികോപകരണങ്ങളൊക്കെ വാങ്ങും. വീട് മോടി പിടിപ്പിക്കുന്നതിനോ മെയിൻ്റനൻസിനോ ഒക്കെ ധനം ചിലവാകും. വിലപ്പെട്ട വസ്തുവോ ധനമോ നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. പലവിധ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വിഷമിക്കും. ഹിതകരമല്ലാത്ത വാർത്തകൾ കേൾക്കുവാൻ ഇടവരും. എന്ത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ രാശിനാഥയായ മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നത്, ശിവഭഗവാന് ധാര കഴിക്കുന്നത്, പിൻവിളക്കിൽ എണ്ണ കൊടുക്കുന്നതൊക്കെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ഊർജം നൽകും. വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. വൃശ്ചിക രാശിയെ സംബന്ധിച്ചിടത്തോളം മനസ്വസ്ഥത കുറയുന്ന ദിവസമാണ്. വാക്പാരുഷ്യമൊക്കെ ഉണ്ടാകും. കൃഷിയിൽ നിന്നുള്ള വരുമാനമൊക്കെ കുറയും. ഗുരുജനങ്ങളുടെ അപ്രീതി ഉണ്ടാകും. പോലീസ്, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഫൈനോ നിയമപ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ബന്ധുക്കളിൽ നിന്നും പരിഭവം ഉണ്ടാകാതെ സൂക്ഷിക്കണം. നിക്ഷേപ പദ്ധതികളിൽ നിന്ന് പണം കിട്ടുവാൻ കാലതാമസമുണ്ടാകും. ബഹുമതികളോ സ്ഥാനമാനങ്ങളോ ഒക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹിതകരമല്ലാത്ത വാർത്തകളൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചേക്കാം. സർക്കാരിൽ നിന്നും അനുകൂല ഉത്തരവുകളൊക്കെ ലഭിക്കും. സ്വർണ്ണ വ്യാപാരികൾക്കും ജോലിക്കാർക്കുമൊക്കെ നല്ല വർക്ക് വരുന്ന സമയമാണ്. കുടുംബാംഗങ്ങളുമൊത്ത് വിവാഹാദി മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ സാധിക്കും. ജോലിക്കുള്ള അപ്പോയിൻമെൻ്റ് ഓർഡറൊക്കെ ലഭിക്കും. പുതിയ വ്യാപാര സ്ഥാപനങ്ങളോ വർക്ക്ഷോപ്പുകളോ ഒക്കെ തുടങ്ങുവാൻ സാധിക്കും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. സാമൂഹ്യ പ്രവർത്തനത്തിന് അംഗീകാരവും പ്രശസ്തിയുമൊക്കെ തേടിയെത്തും. സ്ത്രീകൾ ഔദ്യോഗിക രംഗത്ത് മികവ് പുലർത്തും. ബന്ധുജനങ്ങളുമായി സൽക്കാരത്തിൽ പങ്കെടുക്കും. ശുഭവാർത്ത ശ്രവിക്കുവാൻ ഇടവരും. ഉന്നത പഠനത്തിന് വിദേശത്ത് പോകുവാനുള്ള യോഗവും തെളിഞ്ഞു വരുന്നതാണ്. ഉദ്യോഗത്തിൽ തടസ്സങ്ങളൊക്കെ നീക്കി പ്രമോഷൻ ലഭിക്കും. പൂർവിക സ്വത്ത് ലഭിക്കും. വിദഗ്ധ ചികിത്സയാൽ രോഗശാന്തിയും ഉണ്ടാകും. ദിവസത്തിൻ്റെ ആദ്യം അല്പം മോശമാണെങ്കിലും പ്രാർത്ഥനകളുടെ ഫലമായി പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. വൈകുന്നേരമാകുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും ഒന്നൊന്നായി തെളിഞ്ഞ് വരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് ശരിയായ മാർഗം തെളിഞ്ഞു വരുന്നതായി തോന്നും. രാശിനാഥയായ ഭദ്രകാളി അമ്മയുടെയും കുടുംബ പരദേവതയുടെയും ശിവഭഗവാന്റെയും ഒക്കെ പ്രാർത്ഥനകൾ ചൊല്ലുന്നതോടുകൂടി എല്ലാം മംഗളമായി തീരുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആർട്ടിസ്റ്റുകൾക്കും സാഹിത്യരംഗങ്ങളിലുള്ളവർക്കും കഴിവ് തെളിയിക്കുവാൻ അവസരങ്ങൾ വന്നു ചേരും. ഔദ്യോഗിക രംഗത്ത് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ധനവരുമാനം വർദ്ധിക്കും. വളരെ നാളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി സാധിച്ചു കിട്ടും. വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യത തെളിയും. വിദേശയാത്രയ്ക്ക് അനുകൂലാവസരം വന്നു ചേരും. തീരുമാനങ്ങളിൽ ഗുരുജനങ്ങളുടെ അഭിപ്രായമൊക്കെ തേടുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രതയും മികവുമൊക്കെ അല്പസ്വല്പം വർദ്ധിക്കും. ഗൃഹനിർമ്മാണത്തിന് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. വാഹനം, ഗൃഹോപകരണം എന്നിവയ്ക്ക് പണച്ചിലവ് വർദ്ധിക്കും. പണച്ചിലവ് ആവശ്യമായി വരും. നിലവിലുള്ള ജോലിയിൽ നിന്ന് മെച്ചപ്പെട്ട ജോലിയിലേക്കുള്ള മാറ്റത്തിന് ശ്രമിക്കും. കരാർ ജോലികളുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല അവസരം വന്നു ചേരും. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ കുറച്ച് അനുകൂലമാകുന്ന സമയമാണ്. പൊതുപ്രവർത്തനങ്ങളിൽ സ്ഥാനലബ്ധിക്കും യോഗം കാണുന്നു. കർമ്മമണ്ഡലത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. വിശേഷ ദേവാലയ ദർശനത്തിലൊക്കെ പങ്കുചേരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കാൻ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും കുടുംബപരദേവതയുടെയും ദുർഗാദേവിയുടെയൊക്കെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കൂ. എല്ലാം ശുഭമായി തീരുന്നതാണ്.
മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക രംഗത്ത് കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കും. ബിസിനസ് വിപുലീകരണത്തിനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ അലസത വന്നു ചേരും. സാമ്പത്തിക ഇടപാടുകളിൽ വഞ്ചനയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഇത്തിരി ജാഗ്രതയൊക്കെ പുലർത്തുന്നത് നന്നായിരിക്കും. വാഹനം, ഗൃഹോപകരണം എന്നിവയ്ക്ക് പണച്ചിലവ് വർദ്ധിക്കാം. വസ്ത്രവ്യാപാരവും ബന്ധപ്പെട്ടവർക്കും മൊബൈൽ കമ്പ്യൂട്ടർ എന്നിവയുമായി ബന്ധപ്പെട്ടവർക്കും ആദായത്തിൽ വർധന ഉണ്ടാകും. ഉദ്യോഗസ്ഥർ കൂടുതൽ അധികാരം ഉപയോഗിക്കാൻ നിർബന്ധിതരായെന്ന് വരും. വിവാഹ കാര്യത്തിൽ തീരുമാനമൊക്കെ ഉണ്ടാകും. ചില നിയമപ്രശ്നങ്ങൾ അസ്വസ്ഥതയ്ക്ക് കാരണമാകും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അശ്രദ്ധ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വേണ്ടതുപോലെ ചിന്തിക്കാതെ എടുത്ത തീരുമാനം അബദ്ധമാകുവാനിടയുണ്ട്. യാത്രാക്ലേശം പരിഹരിക്കപ്പെടും. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കും. അപവാദ ശ്രവണത്തിന് സാധ്യതയുണ്ട്. വ്യാപാര രംഗത്ത് മത്സരം വർദ്ധിക്കും. പുണ്യ ദേവാലയങ്ങളൊക്കെ സന്ദർശിക്കും. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിച്ച് ദിവസം അർത്ഥപൂർണമാക്കുവാൻ ശ്രമിക്കുക. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേലുദ്യോഗസ്ഥരുമായുള്ള അകൽച്ച മാറി സൗഹൃദങ്ങൾക്കിടയാകും. തൊഴിലിൽ പുരോഗതിയും നേട്ടവും കൈവരും. പുതിയ ജോലിക്കുള്ള ശ്രമം വിജയിക്കും. വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കും. പെൻഷൻ ആനുകൂല്യത്തിനുള്ള അർഹതയൊക്കെ ലഭിക്കും. കാർഷിക പ്രതിസന്ധി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കും. പൂർവിക സ്വത്തിലുള്ള അവകാശവാദങ്ങൾ സ്വസ്ഥത തകർക്കും. നിയമപ്രശ്നങ്ങൾക്ക് സഹായം കിട്ടിയെന്ന് വരും. പുനർവിവാഹത്തിനുള്ള ആലോചനകൾ പുരോഗമിക്കും. ധനച്ചിലവ് വർദ്ധിക്കും. വ്യവഹാരങ്ങളിലൊക്കെ വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകേണ്ടതായി വരും. സ്ത്രീ മൂലം അപവാദത്തിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ കൃത്യനിഷ്ഠയും സൂക്ഷ്മതയും പ്രവൃത്തിയില്ലെങ്കിൽ നഷ്ടങ്ങൾക്കിടയുണ്ട്. കുടുംബത്തിന് സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. ജോലിസ്ഥലത്തോടനുബന്ധിച്ച് വാടക വീട്ടിൽ താമസമാകും. യന്ത്രങ്ങളോ വാഹനങ്ങളോ ഒക്കെ ലോൺ എടുത്ത് വാങ്ങും. പൊതുപ്രവർത്തകർക്ക് അപകീർത്തിക്കൊക്കെയുള്ള യോഗമുള്ളത് കൊണ്ട് ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെയും ഉമാമഹേശ്വരനെയൊക്കെ പ്രാർത്ഥിച്ച് ശിവങ്കൽ നെയ്വിളക്ക് ജലധാരയൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആർട്ടിസ്റ്റുകൾക്കും സാഹിത്യരംഗങ്ങളിലുള്ളവർക്കും കഴിവ് തെളിയിക്കുവാൻ അവസരങ്ങൾ വന്നു ചേരും. ഔദ്യോഗിക രംഗത്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ധനവരുമാനം വർദ്ധിക്കും. വളരെ നാളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ കുറേശ്ശെ നടന്നു കിട്ടും. മേലുദ്യോഗസ്ഥരുമായുള്ള അകൽച്ച മാറി സൗഹൃദങ്ങൾക്ക് ഇടയാവും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. കാർഷിക രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യേണ്ടതായി വരും. കലാപ്രവർത്തനങ്ങളിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. അലങ്കാര വസ്തുക്കളിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാം. വ്യാപാരികൾക്കും കച്ചവടക്കാർക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും. ഔദ്യോഗിക രംഗത്ത് ജോലിഭാരം വർദ്ധിക്കും. കാർഷിക രംഗത്ത് തർക്കങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. അതുവഴി ആദായവും കുറയാനുള്ള യോഗമുണ്ട്. സന്താനങ്ങൾക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാം. അഭ്യുദയകാംക്ഷികൾ ശല്യക്കാരായി തീരുവാനുള്ള യോഗം കാണുന്നു. പോലീസ്, മിലിറ്ററി വിഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കാം. ഭൂമി, വാഹനം, വാടക മുതലായി ബന്ധപ്പെട്ട ധനവരുമാനം വർദ്ധിക്കും. വിശേഷ ദേവാലയ ദർശനവും ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടിയും യാത്രകൾ ആവശ്യമായി വന്നേക്കാം. പൊതുവെ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശിവഭഗവാനെയും പാർവതീദേവിയെയും പ്രാർത്ഥിച്ച് ദുർഗാദേവിക്ക് നെയ്വിളക്കൊക്കെ കത്തിക്കുമ്പോൾ ശിവങ്കൽ പിൻവിളക്കൊക്കെ എണ്ണയൊക്കെ തെളിക്കുമ്പോൾ പിൻവിളക്കിലെ ദീപമൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകാൻ ദുർഗാദേവിയുടെയും കുടുംബപരദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 27 നക്ഷത്രക്കാർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. സോമവാര വ്രതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ദേവി മഹാത്മ്യത്തിലെ 5ാം അധ്യായം പാരായണം ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്വയംവര മന്ത്രം
ഒക്കെ പാരായണം ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വയംവര മന്ത്രമൊക്കെ ജപിക്കുന്നത് ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷയാകർഷയ സ്വാഹ എന്ന മന്ത്രം സ്വയംവര മന്ത്രം എന്ന് പറയുമെങ്കിൽ അതൊരു വശ്യമന്ത്രമാണ്. കുടുംബ സമാധാനത്തിന് വേണ്ടി ദൈവീക അനുഗ്രഹം കിട്ടുവാനായി നമുക്കും തിങ്കളാഴ്ച ദിവസം ഈ മന്ത്രം ഉരുവിടുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.